രാഹുൽ, ഇടുക്കി ജില്ലയിലും മഴയും കാറ്റുമൊക്കെ ശക്തമാണ്. അതിൽ പലയിടത്തും മരം വീഴുന്നു, കൂടാതെ മണ്ണിടിഞ്ഞ് ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതാണല്ലോ വിശദാംശം. അനുജ, ഇടുക്കി ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞും മരമൊടിഞ്ഞു വീണും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ചീയപ്പാറയ്ക്ക് സമീപം, ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം മരം കടപുഴകി വീണ് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. ആ മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനങ്ങൾ ഭാഗികമായെങ്കിലും കടത്തിവിടാനുള്ള ശ്രമം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇപ്പോഴാം ആ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മണിക്കൂറുകളോളം ഈ ഗതാഗത കുരുക്ക് ഈ ദേശീയപാതയിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിഞ്ഞത്. അത് അടിയന്തരമായി പരിഹരിച്ചില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് ആ വാഹനയാത്രികരും പറഞ്ഞിരുന്നു. കാരണം ഈ മറ്റു മരങ്ങളും കടപുഴകി വീഴാൻ പാകത്തിന് മണ്ണ് ചോട്ടിൽ നിന്നെടുത്ത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതായത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് ഈ നേര്യമംഗലം വനമേഖലയിൽ വശങ്ങളിൽ നിൽക്കുന്ന മരങ്ങളുടെ ചോട്ടിൽ നിന്ന് മണ്ണെടുത്തിരുന്നു. ആ മരങ്ങളൊക്കെ അപകട ഭീഷണി ഉയർത്തി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത്തരം മരങ്ങളാണ് ഈ ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ കടപുഴകി വീഴുന്നത്. സമാനമായ രീതിയിൽ അത്തരം സാഹചര്യം നിലനിൽക്കുന്നു. അത് പരിഹരിക്കപ്പെടേണ്ടതുമാണ്. എന്തായാലും ശക്തമായ മഴ ഇടുക്കിയുടെ പല ഭാഗങ്ങളിലും, അതുപോലെ തന്നെ നെടുങ്കണ്ടം മേഖലയിലാണ് റോഡിന് വശങ്ങളിൽ വ്യാപകമായിട്ട് മണ്ണിടിച്ചിലുണ്ടായത്. അത് ഭാഗികമായിട്ട് റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ജാഗ്രത പുലർത്തണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. അടിമാലി ദേവിയാർ പുഴ കരകവിയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ, ജീവഹാനി സംഭവിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ ജീവന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യട്ടെ. എന്തായാലും ഈ രാത്രി യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം, അതുപോലെ തന്നെ ഈ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര, ഇവിടെയെല്ലാം മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത ഈ രാത്രിയിൽ പുലർത്തേണ്ടതാണ്. കാരണം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ശക്തമായ മഴ, തോരാതെയുള്ള മഴയാണ്. അത് അപകട ഭീഷണി ഉയർത്തുന്നത് തന്നെയാണ്. ഏതെങ്കിലും വിധത്തിൽ ഈ മാറി താമസിക്കേണ്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അപകട സാഹചര്യമുള്ള മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക, അല്ലെങ്കിൽ സുരക്ഷിതമായ ബന്ധുവീടുകളിലേക്ക് മാറേണ്ടതുമാണ്. അത്തരം കാര്യങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വ്യാപകമായിട്ട് മഴ പെയ്യുന്നുണ്ട്. പൊന്മുടി, കല്ലാർകുട്ടി, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. പന്നിയാർ പുഴയുടെയും മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും അതുപോലെ തന്നെ തൊടുപുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ മുതൽ തന്നെ നൽകിയിട്ടുള്ളതാണ്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും പുതിയ സ്ഥിതിവിശേഷം എന്ത് എന്നതാണ് രാഹുൽ വിജയൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ, പ്രത്യേകിച്ച് രാത്രി യാത്രയൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം.